ഒരാൾ ഇസ്ലാം ആയപ്പോൾ തന്നെ ഈമാനോടുകൂടി ഇസ്ലാമിലായി. അപ്പോൾ അയാൾ മുഖ്ലിസാണ്, അപ്പോൾ അയാൾ മുഹ്സിനുമായി, ഇഹ്സാൻ ഉണ്ടായി, അപ്പോൾ അയാൾ വലിയായി. ഒരു പകൽ പോലും കഴിയില്ല. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا. ഏതാണ് ഇയാൾ? ഏതാ ഇയാൾ? ഇയാൾ ബുത്രോസിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ബുത്രോസ് എന്നാൽ പത്രോസ് റളിയല്ലാഹു അൻഹു മിൻ തലമീദ ഈസ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യരിൽപ്പെട്ട ആളാണ് പത്രോസ്. ഒന്നാമത്തെ ശിഷ്യൻ പത്രോസാണ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ഈമാൻ കിട്ടിയ ആളാണ് ഈ വ്യക്തി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ വ്യക്തിക്ക് കുറച്ച് ആടുണ്ടായിരുന്നു. ആ ആടിനെ വെക്കും. പിന്നെ അദ്ദേഹം സ്വാനിഉൽ അസ്നാമാണ്, ബിംബങ്ങളെ ഉണ്ടാക്കും. എന്നിട്ട് അന്താക്കിയ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അന്താക്കയിലേക്ക് ബുത്രോസ് പ്രബോധനത്തിന് വന്നു. കൂടെ ഒരാളും മത്തയാണെന്നും അഭിപ്രായം. മത്ത എന്നാൽ മത്തായി റളിയല്ലാഹു അൻഹു മിൻ തലമീദ ഈസ. അവരൊക്കെ ഈസാ നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളാണ്. فردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي في الذنب العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതിൻ്റെ ഒരു ബാക്കി. ഓഹോ മാക്കും അയിനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഓഹോ മാക്കും അയിനമാക്കും, നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കൂട്ടുബന്ധത്തിന് ആവശ്യമില്ലെന്നർത്ഥം. ഓ മാക്കും അവൻ നിങ്ങളെ കൂടെയുണ്ട്. അയിനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളെവിടെയാണെങ്കിലും കൂടെ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് കറാമാത്ത്. കറാമാത്ത് എന്നാൽ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങളുടെ ബോധം. അവൻ ആരെ കൂടെയല്ലേ ഉണ്ട്, പക്ഷെ ആ ബോധം അങ്ങോട്ട് കയറണം. ആ ബോധം ഏറെ കയറാൻ പറ്റിയ കാലമാണ് ഈ കാലം, ഈ മാസം. വീണ്ടും തിരിച്ചു പോയിട്ട് ലാസ്റ്റ് മടങ്ങി വരാം. അവൻ നിങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും. ഇനി നിങ്ങൾ എന്നത് ഉദ്ദേശിക്കുന്നത് ഞാനല്ലാത്തവരെന്നല്ല, ഞാൻ ഖുർആൻ്റെ ഭാഷ തന്നെ വിശദീകരിക്കുകയാണ്. വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അയിനമാക്കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് തിരിച്ചറിവ് വരണം, അവൻ എൻ്റെ കൂടെ ഉണ്ട്. ആ തിരിച്ചറിവ്. ശരി, ദീൻ എന്നാൽ 3 കാര്യമാണ്: അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. വേറെ ഹദീസിലേക്ക് പോവാണ്. ആദ്യം പറഞ്ഞ ആയത്താണ്. വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അയിനമാക്കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വൈറ്റ് ഹൗസിലായാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഐക്യരാഷ്ട്രസഭയിലാണെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ശത്രുക്കളെ മുന്നിലാണെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ വലിയായി, മുമിൻ വലിയ. ആ ബോധം നിങ്ങളുണ്ടായാൽ മുത്തഖയായി. ഇനൗലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അവൻ്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളാണ്. ഇനൗലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അവൻ്റെ ഔലിയാക്കളല്ല മുത്തഖീങ്ങളല്ലാതെ മറ്റാരുമല്ല. അപ്പോൾ ബേസിക് വിലായത്ത് എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. എന്താ തഖ്വ? തഖ്വ എന്നാൽ അവൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവനെ സൂക്ഷിക്കണം എന്ന ബോധം.
രണ്ടാമത്തെ ഭാഗത്തേക്ക് ഹദീസിലേക്ക് തിരിച്ചു വരാം. സയ്യിദുനാ ജിബ്രീൽ മുസ്തഫ നബിയുടെ അരികിൽ വന്ന് കാൽമുട്ടിലേക്ക് ചേർത്ത് വെച്ച് ഇരുന്നു. തൊലാഫിന റജുലുൻ, ഒരാൾ ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ലൈസ ബിമദനിയിൻ, മദീനക്കാരനല്ല. വലാകിൻ ലം യുറാ ഫീഹി അഥറു സഫർ, യാത്രയുടെ ലക്ഷണവുമില്ല. അയാൾ മദീനക്കാരനല്ല, എന്നാൽ അയാളിൽ യാത്രയുടെ ലക്ഷണവും ഇല്ല. കട്ടക്കട്ടക്കുള്ള വസ്ത്രം, ഇപ്പം വസ്ത്രം മാറ്റി വന്നതുപോലെ. അദ്ദേഹം വന്ന് ഞങ്ങളെയും കടന്ന് റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അയാളുടെ കാൽമുട്ടുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിലേക്ക് ചേർത്ത് ഇരുന്നു. എന്നിട്ട് ഹബീബ് എന്നോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇസ്ലാം? ഫഖാല അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ അൻ തുഖീമ സ്വലാത്ത വതുതിയ സകാത്ത വ അൻ തസൂമ റമളാന വ തഹജ്ജൽ ബൈത്ത്. 5 കാര്യം മുത്തനബി വിശദീകരിച്ചു. ഫഖാല ഫസദഖ, ശരിയാണ് എന്നയാൾ പറഞ്ഞു. ഫതഅജ്ജബ്നാ മിൻ കലാമിഹി വഹുവ യസ്അലു വയുസദ്ദിഖു, ശരിയാണ് എന്നയാൾ പറയുന്നു. പിന്നെ ആൾ ചോദിച്ചു, മൽ ഈമാൻ? അൻ തുഅ്മിന ബില്ലാഹി മലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി. 6 കാര്യം ഹബീബ് വിശദീകരിച്ചു. ഫഖാല സദഖത, അതും ശരിയാണ്. ഫഖാല, അപ്പോൾ അയാൾ മൂന്നാമത് ചോദിച്ചു, മൽ ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? ഇതിനെന്നാൽ 3 പാർട്ടാണ്, ഇത്രേ ഉള്ളൂ. പിന്നെ പിന്നെ പുറംകാര്യം ചോദിച്ചു, ഖിയാമത്ത് നാളെന്നാ? അപ്പോൾ മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിന സായിലി, ചോദിച്ചവനേക്കാൾ ചോദിക്കപ്പെട്ടവന് വിവരമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാക്കുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാക്കും ഇല്ല എന്നൊക്കെ അർത്ഥം. പിന്നെയും അർത്ഥം. ഫഅല്ലിംനി ബിഅമറാതിഹ ഫഖാല അൻ തലിദൽ അമതു റബ്ബതഹ ഹകദ വഹകദ. വിശദീകരിക്കുന്നില്ല, തിരിച്ചു വരി. ഇവിടെ 3 കാര്യമാണ് ദീന്: അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ. ഇസ്ലാം ബാഹ്യം, ഈമാൻ ഉള്ള്. ഇത് രണ്ടും കൂടി ചേർത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സാധനം, ഇത് രണ്ടും കൂടി ചേർത്ത് കിട്ടിയ നിങ്ങളോട് ചേർക്കും. തക്കാളിയും ഉള്ളിയും വെണ്ടക്കയും എല്ലാം കൂടെ അങ്ങോട്ട് ചേർക്കുമ്പോൾ കറി ഉണ്ടായി. നെയ്യും ഉള്ളിയും അരിയും എല്ലാം കൂടി വെള്ളം കൂട്ടി ചൂടാക്കിയപ്പോൾ നെയ്ച്ചോറുണ്ടായി. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഇസ്ലാം ഈമാനും കൂടിയപ്പോൾ എന്തുണ്ടായി? ഇഹ്സാൻ ഉണ്ടായി. ഇഹ്സാൻ 3ാമത്താണ്. ഇത് 2 കൃത്യമാണെങ്കിൽ ഇഹ്സാൻ ഉണ്ടാവും. നല്ലോണം ചിന്തിച്ചിട്ട് മതി. 1, 2, 2ഉം ചേർന്നാൽ 3. ഇത് 2 ചേർന്നില്ലെങ്കിൽ 3 ഉണ്ടാവില്ല. ഒരാൾക്ക് ഇസ്ലാമുണ്ട് പക്ഷെ ഈമാനില്ല, ഇഹ്സാൻ ഉണ്ടാവില്ല. ഇസ്ലാം ഇല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. എന്ത്? ഇസ്ലാമിന്റെ 1ാം കാര്യം തന്നെ അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായില്ലേ? തസ്ലീമെങ്കിലും ചെയ്യണം, ഞാൻ സമ്മതിക്കണം. അപ്പൊ ഇസ്ലാം, ഈമാൻ, ഇത് 2 കൂടി ചേർന്നപ്പോൾ ഉണ്ടായതാണ് എന്ത്? ഉറക്കെ പറ, എന്ത്? ഇഹ്സാൻ. ഇഹ്സാന്റെ അർത്ഥത്തിലേക്കും വരാൻ പോകണം. അപ്പൊ കൃത്യവും ഇങ്ങോട്ട് തല തുറന്ന് കേൾക്ക്. എന്താ ഈ പറയുന്നത്? എന്തായത്താ വിശദീകരിക്കണേ? ഏതായത്താ വിശദീകരിക്കണേ? ഓഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയുണ്ടെങ്കിലും അവൻ നിങ്ങളെ കൂടെയുണ്ട്. വളരെ 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 ചിന്തിക്കുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله
أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين حسبي ربي جل الله ചിന്തിക്ക്. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് വിലായത്ത്. ഇത് ചേർന്ന വിലായത്തുണ്ടായി. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് കറാമത്ത്. ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് പോലും അവിടെ നേരം വൈകിക്കോളം എന്നുമില്ല. ഒരാൾ ഇസ്ലാം ആയപ്പോൾ തന്നെ ഈമാനോടുകൂടി ഇസ്ലാമിലായി. അപ്പോൾ അയാൾ മുഖ്ലിസാണ്. അപ്പോൾ അയാൾ മുഹ്സിനുമായി, ഇഹ്സാനുണ്ടായി. അപ്പോൾ അയാൾ വലിയായി. ഒരു പകല് പോലും കഴിയില്ല. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا. ഏതാണ് ഇയാൾ ബുത്റസിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ബുത്റസ് എന്നാൽ പത്രോസ് റളിയല്ലാഹു അൻഹു മിൻ തലാമീദി ഈസ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യരിൽപ്പെട്ട ആളാണ് പത്രോസ്. ഒന്നാമത്തെ ശിഷ്യൻ പത്രോസാണ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ഈമാൻ കിട്ടിയ ആളാണ് ഈ വ്യക്തി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ വ്യക്തിക്ക് കുറച്ച് ആടുണ്ടായിരുന്നു. ആ ആടിനെ മേക്കും. പിന്നെ അദ്ദേഹം സ്വാനിഉൽ അസ്നാമാണ്, ബിംബങ്ങളെ ഉണ്ടാക്കും. എന്നിട്ട് അന്താക്കയ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അന്താക്കയിലേക്ക് ബുത്രുസ് പ്രബോധനത്തിന് വന്നു. കൂടെ ഒരാളും മത്തയാണെന്നും അഭിപ്രായം. മത്ത എന്നാൽ മത്തായി റളിയല്ലാഹു അൻഹു മിൻ തലാമീദി ഈസ. അവരൊക്കെ ഈസാ നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വദരിബുഹും മസലൻ അസ്ഹാബുൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം മുസ്നൈൻ. രണ്ടാളെ അന്താക്കയിലേക്ക് അയച്ചു. ആ രണ്ടാൾ ഒന്ന് പത്രോസും ഒന്ന് മത്തായിയുമാണ് റളിയല്ലാഹു അൻഹുമാ. അവർ മിൻ തലാമീദി ഈസ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ അവർ അന്താക്യ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ആടുമേക്കുക. അപ്പോൾ അന്താക്കയിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയും അവിടുത്തെ അഹ്വാലുകളും ഈ സാധുവിനോട് ചോദിച്ചു. അപ്പോൾ ആ സാധു ചോദിച്ചു, മനന്തും, നിങ്ങളാരാ? നഹ്നു മിനദ്ദാഇന ഇലല്ലാഹ് മിൻ തലാമീദി ഈസ. ഞങ്ങൾ ഈസയുടെ ശിഷ്യന്മാരാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ നടക്കണവരാ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ നടക്കുന്ന ആളാണെങ്കിൽ അള്ളാഹിൻ്റെ ആണല്ലോ. അതെ. ഹൽ അൻദകും മിൻ ബയ്യിന. നിങ്ങൾ അള്ളാഹിൻ്റെ ആളുകളാണ് എന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ഞങ്ങൾ ഞങ്ങൾ ഏത് രോഗവും സുഖപ്പെടുത്തും. ഞങ്ങൾ ഉസ്താദ് അങ്ങനെയാ, സയ്യിദുനാ ഈസ. ആ വരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്ത് സുഖപ്പെടുത്തും? കറാമത്ത് വിളി പോകും. അപ്പോൾ 20-ലേറെ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അന്ന് ഈ വ്യക്തിക്ക്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹബീബ് എന്നാണ്, ഹബീബുൻ നജ്ജാർ എന്ന്. അദ്ദേഹത്തെ ഹബീബ റസൂലുള്ളാഹ് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ സ്വാഹിബു യാസീൻ, യാസീനിൽ പറഞ്ഞ വ്യക്തി. നാസഹ ഹയ്യൻ വമയ്യിത്തൻ, മരിച്ചിട്ടും സതുപദേശം ചെയ്ത ഒരു വ്യക്തി യാസീനിൽ പറഞ്ഞ വ്യക്തിയാണ്. ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഖീല ദുഖുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ഈ അവസ്ഥ എൻ്റെ ജനങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്വർഗത്തിലാണ്. അതാണ് ഹബീബ നബി പറഞ്ഞത്. മരിച്ചിട്ടും വയന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് സ്വാഹിബ് യാസീൻ, യാസീനിൽ പറഞ്ഞ ആളാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ വ്യക്തി ബിംബങ്ങൾ ഉണ്ടാക്കിയ അന്താക്കിയ പട്ടണത്തിൽ വെക്കുന്ന ആളാണ്. പത്രോസിനെയും മത്തായിയെയും കൂട്ടിക്കൊണ്ടുപോയി. പ്രധാനപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? വീട്ടിൽ ചെന്നപ്പോൾ 20-ലേറെ വയസ്സുള്ള ഒരു മകനുണ്ട്. ആ മകൻ ഒറ്റ ഒരു എന്താ പറയുക, പ്രസവിച്ചതുപോലെ തന്നെയാണ്. പ്രസവിച്ച പോലെ വയസ്സ്
10-20 ചില്ലാനായിട്ടുണ്ട്. പക്ഷെ അനങ്ങാൻ പോലും വയ്യ. മൂത്രം കാഷ്ടം അതൊക്കെ ബെഡിലാണ്. അപ്പോൾ ഏത് രോഗം സോപ്പെടുത്തവനാണെങ്കിലും അതും സോപ്പെടുത്തി കേട്ടെ അംഗീകരിക്കാലോ. ഞങ്ങൾ അള്ളാൻ്റെ ആളുകളാണ്. പെരി കൊണ്ടുപോയി കുട്ടീനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? മിൻ മഫ്റഖി റഅസിഹി ഇലാ തഹ്തി ഖദമിഹി, മൂർത്താവ് മുതൽ കാല് വരെ ഒന്നിങ്ങനെ തടഞ്ഞു. ഫഖഅദ, അപ്പോൾ ഈ യുവാവ് എണീറ്റിരുന്നു. ഫഖാമ, നിന്നു. ഫതകല്ലമ മാ നതഖ ബിശൈഇൻ മുൻദു വിലാദത്തിഹി, പ്രസവിച്ചത് മുതൽ ഇന്ന് വരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഈ കുട്ടി. ഇപ്പോൾ ഫനതഖ ലി അബവൈനിഹി, ബാപ്പാനോടും മോനോടും സംസാരിച്ചു, നടന്നു. ഫമശ, ഒക്കെ ആയി, ഭക്ഷണം കഴിച്ചു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ പത്രോസിനോട് ഇവർ ചോദിച്ചു, ഫമാ ജസാഉക്കും, നിങ്ങൾക്ക് എന്താ ഞങ്ങൾ പ്രതിഫലം തരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രതിഫലം വാങ്ങൂല, എന്നാലും എന്തെങ്കിലും തരണമല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ മതി, ഈസാ നബിയെയും. അപ്പോൾ വിശ്വസിച്ചു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പിന്നെ അവർ അന്താക്യയിലേക്ക് പോയി, പത്രോസും മത്തായിയും റളിയല്ലാഹു അൻഹുമാ. അന്താക്യയിലെത്തിയപ്പോൾ അന്താക്യ ജനങ്ങൾ ഇവരെ കല്ലെറിയാൻ വളഞ്ഞു. ഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഞങ്ങൾ എറിയും, നിങ്ങൾ വേദന, ഞങ്ങൾ ശിക്ഷ അനുഭവിക്കും, ഈ പ്രബോധനം നിർത്തിക്കോളി എന്ന് അന്താക്യക്കാർ പറഞ്ഞു. ഈ വിവരം അന്താക്യയുടെ പ്രാന്തങ്ങളിലേക്ക് അറിഞ്ഞു. എന്തോ ആളുകൾ വന്നിട്ടുണ്ട് പുറത്തുനിന്ന്, അവർ വളഞ്ഞിട്ടുണ്ട് നമ്മളെ നാട്ടുകാർ. ഇത് ഹബീബ് നജ്ജാർ അറിഞ്ഞപ്പോൾ ഹബീബ് നജ്ജാർ ഓടി. അതാണ് മദീനത്തി ഓടുമ്പോൾ തന്നെ വിളിച്ചു പറയാ, ജനങ്ങളെ ഇത്തബിഉൽ മുർസലീൻ, ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റാ, കൂലി പ്രതീക്ഷിച്ച് വന്നവരല്ല കേട്ടോ, അവർക്ക് വഴിപ്പെട്ടോളി, അവർ വലിയ മഹാന്മാരാണ്, ഞാൻ അനുഭവിച്ചാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ എറിയാനെടുത്ത കല്ലുകൾ കൊണ്ട് സ്വന്തം നാട്ടുകാരനായ ഹബീബുൻ നജ്ജാറിന് എറിയുകയും ഹബീബുൻ നജ്ജാർ വീഴുകയും ചെയ്തു. ചില ആളുകൾ ഹബീബുൻ നജ്ജാറിൻ്റെ വയറ്റിൽ വന്ന് ചവിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുബുർ, ബാക്ക് ഭാഗം പൊട്ടുകയും കുടല് പുറത്തിയിടുകയും ചെയ്തു. അങ്ങനെ മരിച്ചു. ആര്? ഹബീബുൻ നജ്ജാർ. ഖീല ദുഖുൽ ജന്ന, പിന്നെ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ബാക്കി പറഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ ഹബീബുൻ നജ്ജാറിന് കറാമത്തുണ്ടായി. ഹബീബുൻ നജ്ജാർ ഇനി അടുത്ത കറാമത്ത് എന്ത്? അടുത്ത കറാമത്ത് എന്താ? അടുത്ത ആയത്ത്? ഖാല യാ ലൈതക മിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ വമാ അൻസൽനാ മിൻ ബഅദി മിൻ ജുൻദി മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ലോകത്തൊരു ജനതയെയും നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പട്ടാളത്തെ ഇറക്കിയിട്ടില്ല. ഇൻ കാനത്ത് ഇല്ല സുയഹത്തൻ വാഹിദ ഫൈദാഹും ഖാമിദൂൻ. ആകാശത്തൊരു അട്ടഹാസമുണ്ടായി. അപ്പോഴത്തിന് ഈ പട്ടണവാസികൾ മുഴുവൻ ബന്ധു എരിഞ്ഞടങ്ങിയ വെണ്ണീർ പോലെയായി, നശിച്ചു തകർന്നു വീണു. ഒക്കെ ഒറ്റ അട്ടഹാസം ആകാശത്തുണ്ടായി. കറാമത്ത്. ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നതിൻ്റെ പേരിൽ ആ ജനതയെ മുഴുവൻ അല്ലാഹു തആല ശിക്ഷിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹം ആരാണ്? അദ്ദേഹം മഹ്സിനാണ്. ഈമാനും ഇസ്ലാമും ഇഖ്ലാസോടുകൂടിയുള്ള ആളാണ്. അതാണ് എഹ്സാൻ. അപ്പോൾ ഈ മനുഷ്യൻ ആരായിരിക്കും? വിലായത്ത്. കറാമത്ത് ഖുർആൻ തന്നെ പറഞ്ഞു. ഈ മനുഷ്യൻ മണിക്കൂറുകൾക്ക് മുമ്പ് ആരാ? സാനിയോ അലൈഹിസ്സലാം ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആള്. ഈ മനുഷ്യന് ചില്ലറ സമയം കൊണ്ട് എന്തുണ്ടായി? മൂമിനായി, മുസ്ലിമായി, മുഹ്സിനായി. മുസ്ലിമായി തന്നെ അപ്പോൾ തന്നെ മൂമിനാണ്, അപ്പോൾ തന്നെ മുഹ്സിനാണ്, അപ്പോൾ വലിയായി. വലിയാവുമ്പോൾ എന്തുണ്ടാവും? പറ, കറാമത്തുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. തല കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ ഞാൻ ഒരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ മതി. എന്താണ് ഇഹ്സാൻ? അത് തിരിഞ്ഞാൽ തീർന്നു. മനസ്സിലായില്ലേ? ഈ മനുഷ്യൻ അതാണ് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മണിക്കൂറോൻ ഇസ്ലാമിൻ്റെ മുമ്പോ ഈമാൻ്റെ മുമ്പോ ഇഹ്സാൻ്റെ മുമ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞേണ്ട ആവശ്യം പോലും ഇല്ല. ആ സെക്കൻഡിൽ ആ വ്യക്തി ആരാകും? വലിയാവും. ഇസ്ലാമും ഉണ്ട്, പറ കുട്ടി, ഈമാനുണ്ട്. അത് ഇഹ്സാനിലുണ്ട്. ഇഹ്സാൻ ഒരു കർമ്മല്ല. ഇസ്ലാം ഒരു കർമ്മമാണ്.
ഈമാൻ ഒരു ദൃഢവിശ്വാസമാണ്. യഹ്സാനോ യഹ്സാൻ ഒരു ബോധമാണ്. കർമ്മമല്ല, ദൃഢതയല്ല, അതൊരു ബോധമാണ്. ഏതാണ് ആ ബോധം? ഓഹുവമാക്കും അയിനമാക്കും. ഇതാണ് ഇഹ്സാൻ. മൽ ഇഹ്സാൻ എന്ന സയ്യിദുനാ ജിബ്രീൽ എളുപ്പം ഞാൻ അത് പറഞ്ഞത്, എളുപ്പത്തിൽ വേഗം കൂട്ടിക്കിടക്കട്ടത്ര വളരെ കുറഞ്ഞ നേരം മതി. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്നാൽ ബഹുമാക്കും അയിനമാക്കും. സയ്യിദുനാ ജിബ്രീൽ മുത്തനബിയോട് ചോദിക്കാം മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പോൾ പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ നീ ആരാധിക്കുക, അതാണ് ഇഹ്സാൻ. അപ്പോൾ അവനേതായാലും എന്നെ കാണുന്നുണ്ട്, ഞാൻ അവനെയും കാണുന്നുണ്ടെന്ന ബോധം നിനക്കുണ്ടാവുക, അതാണ് എന്ത്? അതാണ് ഇഹ്സാൻ. ഒരു ബോധമാണ്. അവൻ ഏതായാലും ഓഹോമാക്കും അയിനമാക്കും. നീ മനസ്സിലായി? അപ്പൊ നീ അവൻ ഏത് നേരം നിന്നെ കാണുന്നുണ്ട്, അപ്പോൾ നീയും അവനെ കാണുന്നുണ്ട് എന്ന നിന്റെ ബോധമാണ് എന്ത്? അതാണ് ഇഹ്സാൻ. ഇഹ്സാന്റെ ബോധമാണ്. ഇഹ്സാനിന് ഒന്നും ചെയ്യല്ല, ചെയ്യണ തന്നെ അതിൽ ഈ ബോധത്തെ ഇത്രേ ഉള്ളൂ. അപ്പൊ പുണ്യങ്ങളെ പൂക്കാലെന്നറിയാം, അതെന്ത് വർത്താനാണ്? പുണ്യാക്ക ദണ്യാക്ക എന്തു ആക്കാം. ഈ ബോധം ഉണ്ടെങ്കിൽ പുണ്യാണ്, ഈ ബോധം ഇല്ലെങ്കിൽ അതൊരു നേരങ്ങളല്ല. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്നാൽ അൻ തഅബുദല്ലാഹ, നീ അങ്ങോട്ട് കാണുക, കഅന്നക തറാ, നീ അങ്ങോട്ട് കാണുക. അവനേതായാലും നിന്നെ കാണുന്നുണ്ട്, അപ്പൊ നീയും അവനെ കാണുക. അത് കാണും ബിഐനിൽ ബസീറ. പരലോകത്ത് കാണും ബിഐനി റൂഇയ, മറ്റത് ബിഐനിൽ ബസീറ. നിനക്കൊരു ഉൾക്കാഴ്ച അങ്ങോട്ട് തരും, ഉൾക്കാഴ്ച കിട്ടും. ഒരു കിട്ടല്. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് മുമ്പ് ഗൾഫ് പോയ ബാപ്പ എന്നെ പറ്റി ഒരു ദിവസം നേരം പുറത്തപ്പോൾ അമ്മ പറയാണ്, ഇപ്പോൾ അടുത്ത ദിവസം വരും. അങ്ങ് ഫോൺ ചെയ്തിനോ? ഇല്ല, എൻ്റെ മനസ്സങ്ങനെ പറയാം. അതെന്തേ നിങ്ങളങ്ങനെ പറയാൻ കാരണം? എനിക്കങ്ങനെ പറയാം കുട്ടികളെ, അത് വരും, നിങ്ങൾ കണ്ടോളി. നിങ്ങൾക്ക് ഇന്നലെ ഫോൺ ചെയ്തിനോ ബാപ്പ? ഫോണൊന്നും ചെയ്തിട്ടില്ല, ഫോണൊന്നുമില്ല. എനിക്കറിയാം ബാപ്പം നാളെ മറ്റന്നാളോ ഈ ആഴ്ച നേരം പോകൂല, ഈ ആഴ്ച വരും ബാപ്പ. പറഞ്ഞതുപോലെ ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിലും ഉമ്മാക്കൊരു ബോധം, ഇതിനൊരു ബോധം എന്നാ പറയാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതൊരു ബോധം, ഇതൊരു ബോധം. ആ ബോധങ്ങൾ ഉണ്ടാവുക, മനസ്സിലായില്ലേ? ഒരു ബോധം കിട്ടുക വരും. അതെന്താണ്? അതൊരു ഹൃദയബന്ധം, ഒരു ടെലിപ്പതി. ഈ പോലെ നീ റബ്ബിനെ കാണുന്ന ഒരു ബോധം ഉണ്ടാവും. എന്തുകൊണ്ട്? ഉമ്മാന്റെയും പാപ്പാന്റെയും ഹൃദയം തമ്മിൽ അത്ര ബന്ധത്തിലാ ഭാര്യ ഭർത്താവും. അപ്പൊ അവൻ പറഞ്ഞതുപോലെ നടക്കും ചെയ്യും. നിങ്ങൾ കണ്ടോളി, പാപ്പ അടുത്ത ദിവസം വരും. നിങ്ങൾ എന്താ ഇമ്മ ഈ പറയണേ? നിങ്ങൾ കണ്ടോളി, തെളിവെന്താ? തെളിവൊന്നുമില്ല, നിങ്ങൾ കണ്ടോളി. 2 ദിവസം കഴിയുമ്പോൾ കരിപ്പൂരിന്ന് ഫോണ്, ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ ആരും കൊണ്ട് വരണ്ട, ഞാൻ വണ്ടി കയറി. മനസ്സിലായോ? അപ്പൊ അമ്മ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വെറുതെ ബാപ്പ രാത്രി ഫോൺ ചെയ്ത് നിങ്ങൾ വെറുതെ നമ്മളെ സ്വീപ്പാക്കാണ്. ഒന്നുമില്ല, അതൊരു ബോധം. ഈ ബോധം നീയും നിന്റെ റബ്ബും തമ്മിൽ ഉണ്ടാകുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ നീ അവനെ കണ്ടതുപോലെ ആകുക, അവൻ്റെ സാമീപ്യം നീ അനുഭവിക്കുക, നീ അടീക്കിറങ്ങുക. ഇപ്പൊ നമ്മൾ കപ്പലിൽ സഞ്ചരിക്കുകയാണ്, കപ്പലിൽ നമ്മൾ സഞ്ചരിക്കുക. ആ കപ്പലിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, ആ വളയിൽ അതിൻ്റെ അടിയിൽ പവിഴപ്പുറ്റുണ്ട്, മുത്തും പവിഴവും കിട്ടും. പക്ഷെ അത് അടിയിക്കിറങ്ങിയാലേ കിട്ടുള്ളൂ.
അവിടെ തന്നെ ഇറങ്ങിയാൽ കിട്ടും. ഇനി എവിടേക്കും പോണ്ട, അവിടെ മുങ്ങിയാൽ മതി. അവിടെ ഇറങ്ങിയാൽ അവിടെ ഇറങ്ങി മങ്കാനദുറൻ അങ്ങനത്തെ വരിയില്ലേ, അങ്ങനത്തെ വരിയില്ലേ, അത് കേലല്ലേ. ശരീഅത്തുൻ കസഫീനത്തിൻ വതരീഖത്തുൻ കൽബഹരി ثم حقيقة در غلا من رام درا في السفينة يركب ويغوص بحرا ثم درا الصلا. മുത്ത് കിട്ടണമെങ്കിൽ നീ കടലിൽ മുങ്ങണം. മൻ റാമ ദുർറൻ ഫി സഫീനത്തി ഇർകബു വയഗൂസ് ബഹ്റൻ. കടലിൽ പോയിട്ട് നീ എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങിയ മുങ്ങിയാൽ മൻ റാമ ദുർറൻ, മൻ റാമ ദുർറൻ, മൻ റാമ ദുർറൻ. ഒരാൾക്ക് ദുർറ് കിട്ടണം. എന്ത് പറയ? മുത്ത് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പറയങ്ങായി അയാൾ വെള്ളത്തിൽ കൂടെ അങ്ങനെ കപ്പൽ പോയിട്ട് കാര്യമല്ല. വെള്ളത്തിൽ കപ്പൽ പോയി, അങ്ങനെ പോയി ആലപ്പുഴ പോയിട്ട് പിന്നെ എന്ത് ചെയ്തു? ബോട്ട് വാടക എടുത്തു, അങ്ങനെ പോയി. അങ്ങനെ പോയി കൊല്ലത്ത് ഒക്കെ പോയി എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോയി, കന്യാകുമാരി എന്താ പറയാ അവിടെയൊക്കെ പോയി, കോവളത്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ബോട്ട് വാടക എടുത്തു. ഇജും പെണ്ണുങ്ങളും കുട്ടികളും കടലിനെ കുറിച്ച് അങ്ങനെ പോയി വന്ന് തിരിച്ച് 2 ദിവസം വെള്ളത്തിൽ കൂടി പോയി വന്നാലും എനിക്കെന്ത് കിട്ടൂല? മുത്ത് കിട്ടൂല. മുത്തുമാല പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അതേ സമയത്ത് വയഗൂസ് ബഹ്റൻ, അവിടെ തന്നെ എന്തുണ്ടാവും? മുത്തുണ്ടാവും. പക്ഷെ കടലിറങ്ങി മുങ്ങണം. من رام درا في السفينة يركب ويغوص بحرا ثم درا حصلا. കിട്ടൂല. കിട്ടാതെ പണിയെടുക്കാതെ കിട്ടൂല, പണിയെടുക്കാതെ കിട്ടൂല. വഹുസ്സി ഇലൈക്കി ബിജിസ്ഇൻ നഖ്ല. ഈ ആയത്തിന്റെ ഒരു തഫ്സീർ ഞാൻ കണ്ടു, അന്തം വിടുന്ന തഫ്സീർ. വഹുസ്സി ഇലൈക്കി ബിജിസ്ഇൻ നഖ്ല. ഈത്തപ്പന കുലുക്കിക്കോ, അല്ലാതെ ഇരിക്കണോടത്ത് ഞാൻ ഈത്തപ്പന ഉണ്ടാക്കി തരൂല. കുലുക്കണ പണി ഇഞ്ചു കൊടുക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാ. പ്രസവിച്ച സമയം എനിക്ക് ഒന്നിനും വയ്യ, എന്നാലും കുൽക്കണം. കുൽക്കാൻ തരൂല. കുൽക്കാതെ കൊടുക്കാൻ കഴിയുന്നവനല്ലേ അല്ലാഹു. ഭയങ്കര തഫ്സീർ. അതായത് ഒരു പണിയെടുക്കാതെ പടച്ചോനൊന്നും തരൂല. ഭയങ്കര അർത്ഥാനല്ലേ. അതായത് ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ പെണ്ണിന്റെ ബുദ്ധിമുട്ട് എത്രയാ? ഇത് കന്യകയാണ്. ഈ കന്യകയായ പെണ്ണ് പ്രസവിച്ചു. ഈ പെണ്ണിനെ യംസസ്നി ബഷർ, ഒരു പുരുഷനെ തൊട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പെണ്ണ് പ്രസവിച്ചു. അപ്പൊ അതിന്റെ വിഷമം എത്ര ഉണ്ടാവും? വിഷമം, ഹൈറാനിയത്ത്. എങ്ങനത് നടന്നു? ഹൈറാനിയത്ത്. സാധാരണ ഒരു പെണ്ണ്, ഭർത്താവുള്ള പെണ്ണ് പ്രസവിച്ചാൽ തന്നെ ഭയങ്കര വേദനയും പ്രയാസമാണ്. അതിന്റെ പുറമെ ഹൈറാനിയത്തും കൂടി. ഇതെന്താണ് നീ ചെയ്യുക? എന്തതിനെ കാട്ടുക? മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ അല്ലാഹു എന്ത് പറഞ്ഞു? എനിക്ക് വയ്യ, പ്രസവിച്ച ഉടനല്ലേ. എന്നാലും ഈത്തപ്പന എന്ത് ചെയ്യണം? കുലുക്കണം. കുലുക്കിയാൽ നല്ല ഈത്തപ്പന ഞാൻ വീഴ്ത്തി തരാം. പക്ഷെ എന്ത് വേണം? കുൽക്കണം. കുൽക്കാതെ നടക്കൂല. നിങ്ങളെ കുലുക്കി സർവത്തല്ല, മനസ്സിലായി? കുൽക്കണം. ഭയങ്കര. എന്താണ് ആ തഫ്സീർ? അതായത് ഒരു പണിയും എടുക്കാതെ റബ്ബ് ഒന്നും തരൂല. പണിയെടുക്കണം. സത്യത്തിൽ ഉസ്സി എന്ന് പറയുമ്പോൾ മറിയം ബീവിക്ക് അപ്പോൾ ചെയ്യുന്നതിൻ്റെ പരമാവധിൻ്റെ അപ്പുറത്താണ് ആ പണി. കാരണം പ്രസവിച്ച ഉടനെ എന്ത് പറയണത്? പ്രസവിച്ച പെണ്ണിനോട് നമ്മൾ എന്തേലും വായിക്ക് കൊണ്ടേ കൊടുക്കാന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? പോയി ഈത്തപ്പന കുലുക്കി പറഞ്ഞാൽ അത് ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് പറയും? ഇത്ര വലിപ്പുണ്ടല്ലോ, ഈ നേരത്തെ എന്നോട് കുലുക്കാൻ പറയാണല്ലോ. മറിയമേ, ഇന്ന് ഞാൻ ഈത്തപ്പഴം എത്തിച്ചേരാൻ, നാളെ കുൽക്കേണ്ടി വരും. ഇത് പ്രസവിച്ച ഉടനെ ആയതുകൊണ്ട് ഓക്കെ, ഞാൻ തരാം. നാളെ കുൽക്കേണ്ടി വരും. അങ്ങനെയാണോ? പറയങ്ങായി അങ്ങനെയാണോ? അല്ല, തിന്നണമെങ്കിൽ കുൽക്കിക്കോ. തിന്നണോ? കുൽക്കി, അല്ലെങ്കിൽ അവിടെ കടന്നോ. ആ ഒരു അവസ്ഥയിൽ, പരിതസ്ഥിതിയിൽ
ചെയ്യാവുന്ന പരമാവധിന്റെ അപ്പുറത്താണ് ആ കുലുക്കല്. ആണോ അല്ലേ? പറയങ്ങായി എൻ്റെ ഇന്ത്യയൊക്കെ പെണ്ണുങ്ങൾ ഇന്നിപ്പോ ഈ ആധുനിക കാലത്തും പ്രസവിച്ച ഒരു 40 ദിവസം അനങ്ങൂല. സത്യല്ലേ? ഇത് ഒരു പെണ്ണിനോട് പറയാ, എന്ത് കുട്ടീനെ പ്രസവിച്ച കഴിഞ്ഞ് ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടക്കണ്ട, പോയി കുലുക്കിക്കൂട്. ഇത് ആരാ ബഹുവ ആരാ കുല്ലിശയും കതീർ. എന്തിനും കഴിവുള്ളവനാണ് ആര്? അല്ലാഹു. അവനാരാ? സാലി നബിക്ക് പാറയിന്ന് ഒട്ടകത്തിന് എടുത്തു കൊടുത്തോനാ. എന്നാ അത്ര പണിയൊന്നുമില്ലല്ലോ ഒരു 2 ഈത്തപ്പഴം കൊടുക്കാൻ. മനസ്സിലായില്ല? സാലി നബിക്ക് ഈ പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ നാട്ടുകാർ പറഞ്ഞു ആ പാറയിന്ന് ആ പാറയിന്ന് എന്താ പറയാ, ആ പാറന്റെ ഉള്ളിന്ന് ഒട്ടകണ് വരണം. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചോ, ആയിക്കോട്ടെ വിശ്വസിക്കും. അപ്പോ ചൂണ്ടി ഒട്ടകം പുറത്തേക്ക് നേടി. ജനങ്ങൾ മുമ്പിനാകാൻ വേണ്ടിയാണ്. സാധുക്കളോ വിശ്വസിച്ചു, മൊരാൽമാർ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇത് സാഹിറ. മനസ്സിലായോ? ചിന്തിക്കണം. അതേ സമയത്ത് മറിയമ്മനോട് എന്ത് പറഞ്ഞു? മറിയമ്മന് അവിടെ ഈമാനുള്ള പെണ്ണ. ഇനി വേറൊരാൾ ഇത് കണ്ട് മുമിനാണ്ട ആവശ്യമല്ല. അപ്പൊ എന്ത് പറഞ്ഞു? എനക്ക് ഇവിടെ ഈത്തപ്പഴം തരുന്ന പരിപാടിയില്ല. എന്ത് ചെയ്യണം? കുൽക്കണം. കുൽക്കാതെ തരൂല. പടച്ചോനെ കിട്ടണോ? കുൽക്കണം. കുൽക്കറഞ്ഞതൊരു പണിയാണല്ലോ. സർബത്ത് തന്നെ വെള്ളത്തിലാക്കിയിട്ട് തന്നാൽ അതെന്നെ ഒന്നിങ്ങനെ ഇങ്ങനെ കുൽക്കുക. അപ്പൊ 10 റുപ്യ 20 റുപ്യ കൂടും തന്നെ. എന്താ കുൽക്കി? സർബത്ത് തന്നെ ഒന്നും കുൽക്കുക. അത് കുൽക്കുമ്പോൾ ഒന്നും കൂടുതൽ എയിമ ഇടുന്നില്ല. എന്താ ഈ കുൽക്കി സർബത്ത്? കുൽക്കി സർബത്ത് സർബത്ത് തന്നെ. സർബത്തൊന്നും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ കുൽക്കാതെ കിട്ടൂല, പറഞ്ഞങ്ങട്ട് എടുക്കണം. കുലുക്കുന്നതിനനുസരിച്ച് എനിക്ക് ബോധം ഉണ്ടാവും. എന്താ ബോധം ഉണ്ടാവുക? എന്താ ബോധം ഉണ്ടാവുക? തിരക്കിൻ്റെ രസം ഉണ്ടാവില്ല, ഉണ്ടാവും. വായിലേക്ക് ഒഴിച്ചാൽ ഒരു നല്ല രസം ഉണ്ടാവും. അരി ഒരു സൈഡിലും കറുകപ്പെട്ട വേറൊരു സ്ഥലത്തും നെയ്യ് വേറൊരു സ്ഥലത്തും ഉള്ളി വേറൊരു സ്ഥലത്തും തക്കാളി വേറൊരു സ്ഥലത്തും കറിവേപ്പിൻ്റെ വേറെ സ്ഥലത്തും കോഴി വേറെ സ്ഥലത്തും കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതേസമയത്ത് അതെല്ലാം കൂട്ടിയിട്ട് അതിങ്ങനെ തിളച്ചിങ്ങനെ അപ്പം എനിക്ക് പ്രതീക്ഷ എന്ത് ആസ്വദിക്കും. എന്തിനെ? ഇപ്പൊ ദമ്മിട്ട് ക്ലിയറാണ്, എല്ലാം ദമ്മൊക്കെ അടച്ചിട്ട് ഇപ്പൊ എനിക്കൊരു ബോധം ഉണ്ടാവും. എന്ത്? ഇത് തുറന്നാൽ ബിരിയാണി ആയിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. തന്നെ ഈ പണിയെടുത്താൻ എനിക്കൊരു ബോധം വരും. ഇപ്പോൾ ഞാൻ റബ്ബിനെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അനുഭവം ഉണ്ടാവും. ആ കറാമത്ത് തന്നെ അനുഭവിക്കും. ആ കറാമത്ത് അനുഭവിക്കും. ഈ പറഞ്ഞത് നടക്കും.